കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുമ്പ് പറഞ്ഞത് ഇപ്പോൾ ED അന്വേഷണം വന്നിരുന്നു ചില സിനിമാ നടന്മാരുടെ വീട്ടിലേക്ക് ഭൂട്ടാനിൽ നിന്ന് വാഹനം രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അതിലെ വാർത്തകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നടപടി, അങ്ങനെ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇല്ല, അങ്ങനെ ഒരു ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ശ്രദ്ധ തിരിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇപ്പോൾ മീഡിയ എന്നെ അന്വേഷിച്ചിട്ട് ഇവിടെ വന്നല്ലോ. അതെന്താ കാരണം? അപ്പോൾ ശ്രദ്ധ തിരിക്കലല്ല. മീഡിയ എന്ന് സംബന്ധിച്ചിടത്തോളം അവർക്ക് സത്യം അറിയണം. മീഡിയയെ സംബന്ധിച്ചിടത്തോളം അത് സത്യം അറിയണം. കാരണം നിങ്ങളാണ് ജനങ്ങളുടെ മൗത്ത് പീസ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നവരാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇത് ആ ഒരു സംഭവത്തിന് അതിൻ്റെ കളർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഗതിയല്ല ഇത്. ഇത് വന്നത് മുഴുവൻ അയ്യപ്പൻ്റെ ഇതാണ്, നിശ്ചയമാണിത്. അയ്യപ്പ സ്വാമിയുടെ സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പൻ്റെ ഒരു വികൃതിയാണിത്. മനസ്സിലായില്ലേ? ഇത് സത്യമാണിത്. കാരണം അത്രയും ഞാൻ അയ്യപ്പസ്വാമീനെ മനസ്സറിഞ്ഞ് വർഷങ്ങളായിട്ട് എൻ്റെ കുടുംബം മുഴുവനും വിശ്വസിക്കുന്ന ഒരാളാണ്. ആദ്യം ഈ കോടതി ഉത്തരവുണ്ടായല്ലോ, ഈ സ്ത്രീ പ്രവേശനം പാടില്ല, അല്ല സ്ത്രീ പ്രവേശനം ആകാമെന്നുള്ള ഒരു കോടതി ഓർഡർ വന്നല്ലോ. അന്ന് രാവിലെ ഞാൻ ഈ ന്യൂസിൽ വന്ന ഉടനെ ഞാൻ വല്ലാതെ വേദനിച്ചു പോയി. ഉടനെ ഇതിന് ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു, പന്തളം കൊട്ടാരത്തിലേക്ക് വിളിച്ചു. തമ്പുരാനെ ചോദിച്ചു, തമ്പുരാനെ എനിക്കിത് എന്തെങ്കിലും പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട്, ഞാൻ എവിടെ വരണമെന്ന് ചോദിച്ചു. അപ്പോൾ തമ്പുരാൻ എന്നോട് പറഞ്ഞു വെച്ചാൽ, ഇവിടെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക്, അതായത് പന്തളത്ത് ഒരു 5 മണിക്ക് ഞങ്ങളൊരു സമ്മേളനം 100-500 പേര് ഉണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞു. ദേവന് വേണമെങ്കിൽ ഇവിടെ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുന്നതിന് മുമ്പ് ചെങ്ങന്നൂർ കഴിയുന്നതോട് കൂടി തന്നെ റോഡുകളിൽ അസാധാരണമായ തിരക്ക്. ആ തിരക്ക് മുഴുവനും അമ്മമാരാണ്. മനസ്സിലായില്ലേ? ഇതേവരെ ഒരു ചലനങ്ങളും ഉണ്ടാക്കാതെ ഒരു തരത്തിൽ എന്ത് പ്രക്ഷോഭങ്ങളുണ്ടായാലും പുറത്തേക്ക് വരാത്ത കുറേ അമ്മമാരുടെ സാന്നിധ്യം ഞാൻ പോകുന്ന വഴിക്കൊക്കെ ഉണ്ട്. അതും മതിൽ ടു മതിൽ, ഈ മതിൽ മുതൽ ആ മുതൽ ഫുള്ളാണ്. അപ്പോൾ ചെങ്ങന്നൂർ കഴിഞ്ഞു കല്ലാശ്ശേരിയും കഴിഞ്ഞ് പോകണത്തോടെ ഇതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടല്ലോ, ഇതിൻ്റെ തിക്നെസ്, ഈ ക്രൗഡിൻ്റെ ശക്തി കൂടി വന്നു കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഈ പോലീസ് ബ്ലോക്ക് ചെയ്തു, അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോലീസ് ഓഫീസേഴ്സിന് പറഞ്ഞു, ഞാൻ അവിടെ മീറ്റിങ്ങിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവർ കുറച്ച് വഴി ഞാൻ അകത്ത് ചെന്നു. അപ്പോൾ ഞാൻ കണ്ടത് കേരളം ഇതേവരെ കാണാത്ത, അത് കേരളം ഒരു ഇഷ്യൂവിൻ്റെ പേരിലും ഇതുവരെ കാണാത്തൊരു ജനസമുദ്രം. ആ ജനങ്ങൾ മുഴുവനും ഈ പുരുഷന്മാരെക്കാൾ കൂടുതൽ 90% അമ്മമാരും സഹോദരന്മാരാണ്. എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോകുന്നു, സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ, അതിനുശേഷം ഞാനൊരു 16 സ്ഥലത്ത് നാമജപ യാത്ര നടത്തിയിട്ടുണ്ട്. ഞാൻ അന്ന് തന്നെ ആ ദിവസം തന്നെ പന്തളം രാജകൊട്ടാരത്തിൽ നിന്നും അവരുടെ അനുവാദം വാങ്ങിക്കൊണ്ട് തന്നെ ഒരു വാഹനയാത്ര പന്തളത്തിൽ നിന്നും നിലയ്ക്കലേക്ക് പോയി. അത് നമ്മുടെ ഈ തിരുവാഭരണം കൊണ്ടുപോകുന്നൊരു റൂട്ടുണ്ട്. ആ റൂട്ടിൽ കൂടെ ഞാൻ പോയത്. ആ റൂട്ടിലൂടെ ഞാൻ പോയി ആറന്മുള അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിലയ്ക്കൽ ചെന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് 2 ഭാഗത്തും എല്ലാ അമ്മമാരാണ്. വലിയ തറവാട്ടിൽ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാ സ്ത്രീകളും ഉണ്ട് കൂടെ. അപ്പോൾ ഞാൻ ചെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മുഴുവനും അമ്മമാർ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയാണ്. മനസ്സിലല്ലേ? ഈ ഒരു വികാരം ഉണ്ടാക്കാനായിട്ട് അയ്യപ്പൻ എന്ന് പറയുമ്പോൾ അയ്യപ്പൻ എന്ന ഒരു സാന്നിധ്യത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഡേറ്റിയാണ് അത് ജനാധിപത്യമാണ്. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, രാഷ്ട്രീയം ഒന്നുമില്ലാത്തൊരു ഇതാണത്. അവിടെ എല്ലാവരും അയ്യപ്പന്മാരാണ്. അപ്പോൾ ആ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ തന്നെ കൈവയ്ക്കുക, അതിനുള്ളൊരു ധൈര്യമുണ്ടാവുക, അതൊരു അവിശ്വാസിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അവിശ്വാസി ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സിനിമാ മേഖലയിലേക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവും. ആ ഇഷ്യൂ എടുത്തിടും. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്ന് ഇപ്പോൾ ED വന്ന് 2 കാറുകൾ കണ്ടെത്തുന്നു. അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഒളിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. അങ്ങനെ തോന്നുന്നു? അതായത് എനിക്കത് തോന്നുന്നില്ല. അത് സുരേഷ് ഗോപിയുടെ അഭിപ്രായങ്ങളായിരിക്കാം. അതല്ല, എനിക്ക് അങ്ങനെയല്ല.
ഈ ഇഷ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ശബരിമല ഇഷ്യൂ എന്ന് പറയുന്നതും ഈ പിന്നെ ദുൽഖർ സൽമാൻ്റെയും മമ്മൂട്ടിയുടെയും വീട്ടിൽ റെയ്ഡ് നടത്തുന്നത് തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അതൊന്നുമല്ല, അതും ഒരു ഇഷ്യൂ അല്ല. ശബരിമല ഇഷ്യൂ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്നും തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ വീട്ടിലും പിന്നെ ഇവരുടെ വീട്ടിലുമൊക്കെ റെയ്ഡ് നടത്തുമെന്ന് പറയുന്നത് ഇറ്റ്സ് നോൺസെൻസ് ആണ്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല അത്. കാരണം മീഡിയ അത്രയും ആൾക്കാരാണോ? എൻ്റെ ചോദ്യം അതാണ്. മീഡിയ എങ്ങനെ പറ്റുമോ? കാരണം വളരെ കത്തി നിൽക്കുന്ന വലിയൊരു സാംസ്കാരികമായി തന്നെ വലിയ മോശം നാണക്കേടുണ്ടാക്കുന്ന ഒരു ഇഷ്യൂ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നാടിൽ പുറത്തുള്ള ആൾക്കാർക്ക് കളിയാക്കാൻ പറ്റുന്ന ഒരു സംഭവം, ഒരു കള്ളക്കടത്ത് ഉണ്ടായിട്ട് അതിനെ ഈ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നവരാണോ മീഡിയ? ഒരിക്കലുമില്ല, നെവർ. ഈ നപുംസകങ്ങൾ എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ കൂടി കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് വരുന്നുണ്ട്. അതൊക്കെ ഈ ആളുകൾക്ക് ഉപയോഗിക്കുന്നത് എത്രമാത്രം മോശം, അങ്ങനെയാണ് അതിനെ കാണുന്നത്? അയ്യോ, ഞാനിപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ഞാൻ പോകാൻ തയ്യാറല്ല. അത് അദ്ദേഹത്തിൻ്റെ ശൈലിയായിരിക്കാം, മനസ്സിലായില്ല. അത് അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആ ഒരു മേഖലയിലേക്ക് പോകാൻ തയ്യാറല്ല. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. സന്തോഷം. സ്വാമി ശരണമയ്യപ്പ.